എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനാമൃതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈയിടെ വായിച്ചിരുന്നു, ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അവനവൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കാത്തതാണ്, സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കാത്തതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന്. വളരെ സത്യമാണ്, വാസ്തവമാണ്. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. വി ആർ അണേബിൾ ടു ബി ഫ്രണ്ട്ലി വിത്ത് അവർ സെൽവ്സ്. ഇഫ് വി ഡോണ്ട് ലൈക്ക് അവർ കമ്പനി, ഹൂ എൽസ് വിൽ എന്ന് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആർക്കും അറിയാത്ത ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം എടുക്കുക. വായിക്കുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ എത്തിച്ചേരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അതും ഏറ്റവും കൂടുതൽ 8 മിനിറ്റിൽ ഉൾക്കൊള്ളിക്കണം ഓരോ ഫയലും എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് മുഖവരിയൊന്നും കൂടാതെ നേരിട്ട് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നത് അവനുമായിട്ട് സൗഹൃദത്തിലല്ല എന്നുള്ളതാണ്. അവനവനുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, അവനവനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം ഏവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു. വി ആർ അണേബിൾ ടു ബി ഹാപ്പി വിത്ത് അവർ സെൽവ്സ്. 600-700 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഈ 700 കോടി ഫിംഗർ പ്രിൻസുമുണ്ട്, 700 കോടി കൈരേഖകളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എവ്രി വൺ ഈസ് യുണീക്ക്. എവരി വൺ ഈസ് എ മാസ്റ്റർ പീസ്, മാസ്റ്റേഴ്സ് പീസ് എന്ന് പറയാറുണ്ട്. എവരി വൺ ഈസ് എ മാസ്റ്റർ പീസ്, വെരി യുണീക്ക്. യാതൊരു താരതമ്യങ്ങളുമില്ലാതെ നാം എല്ലാവരും അസാമാന്യരാണ് എന്നുള്ളതാണ്. വളരെ വളരെ യുണീക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ നാമുമായിട്ട് സൗഹൃദപ്പെടേണ്ട ഒരു സന്ദർഭം വന്നിരിക്കുന്നു, സമാഗതമായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. നാം എന്തെങ്കിലും തരത്തിലുള്ള റാറ്റിഫിക്കേഷൻസിൽ നാം എപ്പോഴും തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നാം മൊബൈൽ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ TV ഓൺ ചെയ്യുന്നു, വണ്ടി എടുക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ കറങ്ങുന്നു, യാത്ര എന്ന് പറഞ്ഞു പോകുന്നു. നാം എവിടെ പോയാലും നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നാമുമായിട്ട് സ്വസ്ഥരല്ലെങ്കിൽ എവിടെ പോയാലും യാതൊരു കാര്യവുമില്ല എന്നുള്ള ഒരു പരമാർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ആൻ എമർജൻസി. അതുകൊണ്ടാണ് നാമുമായിട്ടുള്ള ഒരു സൗഹൃദപ്പെടാത്തത് കൊണ്ടാണ് നാം എന്തെങ്കിലും തരത്തിലുള്ള റാറ്റിഫിക്കേഷൻസിനും റെക്കഗ്നിഷൻസിനും, ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ, സോഷ്യൽ റാറ്റിഫിക്കേഷൻ, ഇതിനൊക്കെ നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. വി ആർ ഓൾവേസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡൂയിങ് സംതിങ് റാദർ ദാൻ ബീയിങ് വിത്ത് അവർ സെൽവ്സ്. മനസ്സിലാക്കണം. എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ജീവിതമെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നമ്മുടെ കൂടെ ഇരിക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അതിന് നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. All of us are complete within ourselves. അതുകൊണ്ടാണ് പറയുന്നത്, ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി
ശാന്തി ശാന്തി. ഉപനിഷത്ത് തന്നെ പറയുന്നു, നാം എങ്ങനെയാണോ ഉള്ളത് അതിൽ പൂർണ്ണരാണ്. അത് നാം നമ്മെ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ ഇന്നത്തെ ജ്ഞാനാമൃതം. എല്ലാവർക്കും നമസ്കാരം.